ഹായ് ഫ്രണ്ട്സ്, ഇങ്ങനെ ഒരു മെസ്സേജ് ടാക്സ് അടയ്ക്കുന്ന പല ആൾക്കാർക്കും വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്ന് നോക്കാം. നിങ്ങൾ തുടർച്ചയായി ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അങ്ങനെയുള്ള പലരുടെയും മൊബൈലിലേക്ക് വരുന്ന ഒരു മെസ്സേജാണിത്. ഇതിനർത്ഥം മുമ്പുള്ള ഏതെങ്കിലും ഒരു വർഷം നിങ്ങൾ ITR ഫയൽ ചെയ്യാതെ വിട്ടിട്ടുണ്ടെങ്കിൽ അത് ഫയൽ ചെയ്യാൻ നിങ്ങൾക്കൊരു സമയപരിധി തന്നിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളിൽ പലരും ഇൻകം ടാക്സ് റീഫണ്ട് എടുക്കുന്നതിന് വേണ്ടി മാത്രമാണ് ITR ഫയൽ ചെയ്യുന്നത്. റിട്ടേൺ റീഫണ്ട് കിട്ടാൻ ഇല്ലെങ്കിൽ ആ വർഷം ഫയലിംഗ് ചെയ്യാതെ വിടുന്നുണ്ട്. എന്നാൽ അത് തെറ്റാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. പകരം നിങ്ങൾക്ക് ഓരോ വർഷവും റീഫണ്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും 5 ലക്ഷം രൂപയുടെ മുകളിൽ വാർഷിക വരുമാനമുള്ള ഒരാളാണെങ്കിൽ ITR ഫയൽ ചെയ്യുന്നതിന് നിങ്ങൾ ബാധ്യസ്ഥനാണ്. വർഷത്തിൽ 1000 രൂപയാണ് ഇതിന് ആകെ ചെലവ് വരുന്നത്. ഇത് നിങ്ങൾ ചെയ്യാതിരുന്നാൽ പിന്നീട് ഇതുപോലെ 5000 രൂപ അല്ലെങ്കിൽ 1000 രൂപ ഫൈനടച്ച് നിങ്ങൾക്ക് ഫയൽ ചെയ്യേണ്ടി വരും. 5 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള ഒരു വ്യക്തി ITR ഫയൽ ചെയ്യാതെ ഏതെങ്കിലും ഒരു വർഷം വിട്ടിട്ടുണ്ട് എങ്കിൽ 1000 രൂപ ഫൈൻ, 5 ലക്ഷം രൂപ മുകളിൽ വരുമാനമുള്ള ആൾക്ക് 5000 രൂപ ഫൈൻ. ഈ രീതിയിലാണ് ഫൈൻ ലേറ്റ് ഫീസായി അടയ്ക്കേണ്ടി വരുന്നത്. ഈ മെസ്സേജിൽ AY 2023, അതായത് അസസ്മെൻറ്റ് ഇയർ 2023-2024, ഫിനാൻഷ്യൽ ഇയർ 2022-2023 ITR ഫയൽ ചെയ്യാതെ വിട്ടിട്ടുള്ള ആ ഒരു വർഷത്തിൽ ITR ഫയൽ ചെയ്യാതെ വിട്ടിട്ടുള്ള ഒരാൾക്ക് മാർച്ച് 31, 2026 അത് ഫയൽ ചെയ്യാൻ ഒരു അവസരം കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനെ മെസ്സേജ് വന്ന ശേഷവും നിങ്ങൾ ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് ഫിസിക്കൽ നോട്ടീസ് വരാനും മുന്നോട്ടുള്ള നിങ്ങളുടെ ITR ഫയൽ ചെയ്യുന്ന സമയത്ത് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും. ഇതുപോലുള്ള ഇൻഫർമേഷൻസ് തുടർന്നും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്